അനസൂയത്തിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഗീതാ സന്ദേശം എല്ലാവരിലും എത്തിക്കുക. കലികാലത്തിലെ പ്രധാന മഹാത്മ്യം നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം എന്നാണ് ഭാഗവതം സമർപ്പിക്കുമ്പോൾ പറയുക. ഏതൊരു ദുഃഖങ്ങളെ മാറ്റുവാനാണോ, ആരുടെ പാദങ്ങളെയാണോ ആശ്രയിക്കേണ്ടത്, ആ ശ്രീഹരിയുടെ പാദങ്ങളെ തന്നെ തം നമാമി ഹരിം പരം, ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം സമർപ്പിക്കുന്നത്. നല്ലൊരു പ്രദേശത്താണ് നമ്മളെല്ലാവരും കൂടിച്ചേർന്നത്. ഭാഗവതം നിത്യപാരായണം ഉള്ള സ്ഥലത്ത്, അത് വളരെ ശ്രേഷ്ഠമായ സ്ഥലങ്ങളിൽ മാത്രമേ ഭാഗവതം നിത്യം പാരായണം ചെയ്യാൻ സാധിക്കുള്ളൂ, ആ കൂട്ടായ്മ ഉണ്ടാവുള്ളൂ. ജന്മാന്തരേ ഭവേത് പുണ്യം, ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള സുഹൃതം ഒന്നുകൊണ്ട് മാത്രമേ ഭാഗവതം കയ്യിലെടുക്കുവാൻ കൂടി സാധിക്കുള്ളൂ. ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ചായതേ. പാപം ഉണ്ടെങ്കിൽ എന്താണ്, അത് വ്യാധിയായിട്ട് വരും എന്ന് പറയണം. അപ്പം നമ്മളൊക്കെ സുഹൃതികളാണ് എന്നർത്ഥം. കാരണം അതിന് യാതൊരു സംശയവും ഇല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിത്യപാരായണം അല്ലേ. പിന്നെ എന്തൊരു പുണ്യം ചെയ്യണം അതിനൊക്കെ. നമ്മളൊക്കെ കിടന്ന് പരിശ്രമിച്ചിട്ട് പോലും അതിന് സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ കലികാലത്ത് നാമം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഗീതാ സന്ദേശം എത്തിക്കുക, ഭഗവത് സന്ദേശം എത്തിക്കുക എന്നുള്ളതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? എല്ലാവരുടെ നാവിൻ തുമ്പത്തും ഈ കലികാലത്തിൽ വരേണ്ടതായിട്ടുള്ള ഷോഡശാക്ഷരി മന്ത്രം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതത്തിലെ ഷഷ്ഠസ്കന്ധത്തിലെ ഒരു ശ്ലോകമുണ്ട്. ജിഹ്വാനഭക്തി ഭഗവൻ ഗുണനാമധേയം ചേതസ്യന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യച്ഛതി ഏകദാവി താൻ ആനയധ്വാ അസതോ വിഷ്ണു കൃത്യാൻ. അർത്ഥം എന്താന്ന് വെച്ചാൽ ജിഹ്വാന ഭക്തി ഭഗവത് ഗുണനാമധേയം. ആരാണോ ഈ നാവിനെ കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ വർണ്ണിക്കുന്നത്, ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം, ആരാണോ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഈ ശ്രീലകത്ത് മിന്നുന്നതായിട്ടുള്ള വെള്ളത്തുരുത്തി തേവരുടെ പൊന്നു തൃപ്പാദത്തിനെ ആരാണോ ഈ മനസ്സുകൊണ്ട് ഒന്ന് സ്മരിക്കുന്നത്, ആരാണോ ആ കാൽപാദങ്ങളിൽ ആ നടക്കിൽ പോയി നിൽക്കുമ്പോൾ ഇതാ ഒന്ന് നമസ്കരിക്കുക, അവരെയൊന്നും എന്താ നരകത്തിലേക്ക് കൊണ്ടുവരണ്ട എന്നാണ് ഇത്ര പറഞ്ഞിരിക്കണ യമധർമ്മ രാജാവ്. അപ്പം നമുക്കൊക്കെ പോണോ? പോവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓരോ രോമകൂപങ്ങളിലും നാമസ്പന്ദിക്കാൻ തുടങ്ങണം. അതിനെന്ത് വേണം? ദിവസേന സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമദിതവ്യം. സ്വാധ്യായം ചെയ്യണം. ദിവസവും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്ത് വേണം? ഗോപികമാരെ പോലെ പ്രമാണം തത്ര ഗോപിക. ഗോപികമാരെന്താ ചെയ്തിരുന്നത്? പ്രത്യൂഷശീലുദ്ധിതരായി കൈ കഴുകി ഭദ്രദീപം കത്തിച്ചുടൻ കട്ടത്തയിർ കടങ്ങിടുമ്പോൾ ആമോദത്താലമ്പാടിയിൽ പെൺകീടങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. 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 അവർ നടക്കുമ്പോഴും കുട്ടികളെയൊക്കെ സ്തന്യം കൊടുക്കുമ്പോഴും പശുവിനെ കറക്കുമ്പോഴും ചെയ്തത് എന്താ? രാമ കൃഷ്ണ ഗോവിന്ദ ദാമോദര എന്ന് മനസ്സ് ചുട്ടു വിളിച്ചു. അതുപോലെ നമ്മൾക്കും ആ മനസ്സിലെ ചേതസ്ജന സ്മരതി തച്ചരണാരവിന്ദം എന്ന് ജപിക്കാൻ സാധിക്കണം. നമുക്ക് സ്മരിക്കുവാൻ നല്ലതു കൃഷ്ണരൂപം
ശ്രവിക്കുവാൻ നല്ലതു കൃഷ്ണരാഗം, സ്മരിക്കുവാൻ നല്ലതു കൃഷ്ണരൂപം, ജപിക്കുവാൻ നല്ലതു കൃഷ്ണനാമം, നമിക്കുവാൻ നല്ലതു കൃഷ്ണപാദം. ആ സന്ദേശത്തിലേക്ക് എത്തിക്കണം നമ്മളെല്ലാവരുടെയും മനസ്സിനെ. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ പാദങ്ങളെ കണ്ട് 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 നമ്മുടെ ഈ ശരീരം നമുക്ക് ഉപേക്ഷിക്കാറാവണം. ഓരോ രോമകൂപങ്ങളിലും നമുക്ക് ആ നാമം നമുക്ക് സ്പന്ദിക്കാറാവണം. അത് തന്നെയാണ്. ഒരാളും നമ്മളെ തുണയ്ക്കാനുണ്ടാവില്ല. ഒരാളുമില്ല എന്നെ തുണയ്ക്കുവാൻ ഈ വസുധാതലത്തിൽ, വരേണമപ്പോൾ കുഴലും വിളിച്ചു മദീയ പാർശ്വത്തിൽ മരുൾ പുരീശൻ. ഈ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഗുരുവായൂരപ്പ, ആരുമില്ല കേട്ടോ എന്നെ തുണയ്ക്കാൻ. ആ സമയത്ത് ഇതാ ഗുരുവായൂരപ്പൻ മയിൽപ്പീലി ചൂടി അതേപോലെ ഓടക്കുഴൽ ആ തൃച്ചുണ്ടിനോട് ചേർത്ത് വെച്ച് എൻ്റെ അടുത്തൊന്ന് വന്ന് നിൽക്കണേ, ആ രൂപത്തിനെ എനിക്കൊന്ന് കാണാറാവണേ എന്ന് തന്നെയാണ് ഈ യജ്ഞത്തിൻ്റെയൊക്കെ സന്ദേശം. അതിനായി നമുക്കെല്ലാവർക്കും അതിനുള്ള സന്മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും പൊന്നു തൃപ്പാദത്തിൽ. ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.